അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ, എൻ്റെ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എനിക്ക് നല്ലൊരു റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. എൻ്റെ പിമ്പിൾസും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ മുഴുവനായിട്ടല്ല, എന്നാലും പരമാവധി ഒരു നല്ലൊരു രീതിക്ക് എന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പിഗ്മെന്റേഷനും അതേപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീൻ ആണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്തെടുക്കുകയാണ്, സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചുട്ടാ. എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലായിട്ടും നമ്മുടെ കമൻറ്റിലും ഒക്കെ ആയിട്ട് കുറേ മെസ്സേജ് വരാറുണ്ടായിരുന്നു. സ്കിൻ കെയർ റൂട്ടീൻ ആ ഒരു പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അന്ന് കുറച്ചായി കമൻസ് ഒക്കെ വന്നിട്ടുണ്ടോ, പക്ഷെ ഞാൻ അന്ന് ഇടാതിരുന്നത് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്ത് വരട്ടെ, റിസൾട്ട് എന്തെങ്കിലും ഉള്ള സമയത്ത് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തു വെച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറയുന്നത് എക്കോ വരുന്നുണ്ടോ? 1 മിനിറ്റ്. അങ്ങനെ എന്തായാലും ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കാക്കയുടെയും പൂച്ചയുടെയും ഒക്കെ കരച്ചിൽ കേൾക്കാം. അതേപോലെ തന്നെ നല്ല കാറ്റിൻ്റെ ടൈമല്ലേ ഇപ്പോൾ. അപ്പോൾ കാറ്റ് വീശുന്ന സമയത്ത് ഓരോന്ന് വീഴുന്ന സൗണ്ട് അതും വേറെ കേൾക്കാം. അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ, എൻ്റെ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എനിക്ക് നല്ലൊരു റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. എൻ്റെ പിമ്പിൾസും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ മുഴുവനായിട്ടല്ല, എന്നാലും പരമാവധി ഒരു നല്ലൊരു രീതിക്ക് എന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കാരണം തന്നെ ഞാനിപ്പോൾ ഫോളോ ചെയ്ത് പോകുന്ന ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സും സ്കിൻ കെയർ റൂട്ടീനാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ, അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന എൻ്റെ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വെളുത്ത് പാറാൻ വേണ്ടിയിട്ടോ ഭയങ്കരമായിട്ട് മിറാക്കിൾ റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതല്ല കേട്ടോ. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പിഗ്മെന്റേഷനും അതേപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീനാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൻസിങ് ആണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേറ്റും നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മളെ സിമ്പിളിൻ്റെ റീഫ്രഷിങ് ഫേഷ്യൽ വാഷ്. അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ ബോട്ടിൽ ഇതാ തുടങ്ങിയതാ. അപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് വാഷാണ് ഈ ഒരു ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഫേസ് വാഷാണ്. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നിനും ഒക്കെ നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ഫേസ് വാഷ് തന്നെയാണ് ഈ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല നല്ല റിവ്യൂസൊക്കെ ഉണ്ടാവും നമ്മുടെ യൂട്യൂബിലൊക്കെ അല്ലേ. ഒരുപാട് പേര് ഇതിന് നല്ല നല്ല റിവ്യൂസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിൻ അങ്ങോട്ട് ഡ്രൈ ആക്കില്ല, ഭയങ്കര സോഫ്റ്റ് ആക്കി വെക്കും, നല്ല സ്മൂത്ത് ആക്കി വെക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഫേസ് വാഷ് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഇത്തിരി ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു ഇത്തിരി എടുത്താൽ തന്നെ ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക, പത വരില്ലേ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് നമ്മളുടെ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കും കേട്ടോ. ഒരു തുള്ളി എടുത്താൽ മതി. അങ്ങനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് വാഷാണ് നമ്മൾ ഈ ഒരു സിമ്പിളിൻ്റെ റീഫ്രഷിങ് ഫേഷ്യൽ വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൽ എഴുതിയിട്ടുണ്ട് ഫോർ സ്മൂത്ത് ആൻഡ് ഫ്രഷ് സ്കിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിൻ നല്ല ഫ്രഷ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സ്മൂത്ത് ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ്, ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഈ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷ് കേട്ടോ. പിന്നെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫേസ് വാഷാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ.
അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു സിമ്പിളിൻ്റെ റിഫ്രഷിങ് ഫേഷ്യൽ വാഷ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നിനും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഫേസ് വാഷ് തന്നെയാണ്. ഡ്രൈ സ്കിന്നിനും ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് വാഷ് തന്നെയാണ് നമ്മുടെ ഈ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനധികം ഒരുപാട് റേറ്റും ഇല്ല, 200-ന്റെ ഉള്ളിലാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് അഫോർഡബിൾ റേറ്റിനൊക്കെ നല്ലൊരു ഫേസ് വാഷ് നോക്കി നടക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടലായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോ എന്നല്ലാട്ടെ ഞാൻ പറയുന്നത്, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫേസ് വാഷ് ആയത് കാരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോണറാണ് കേട്ടോ. നമ്മുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടോണറാണ്. അപ്പോൾ ടോണർ എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ടോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഈ ഒരു പോഴ്സ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ സ്കിന്നിലേക്ക് ഒരുപാട് അഴുക്കും അണുക്കളൊക്കെ ചെന്നിരുന്നിട്ട് നമുക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓപ്പൺ ആയിരിക്കുന്ന പോഴ്സ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ടോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ ഈ ഓപ്പൺ പോഴ്സ് ഒക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ടോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോണർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ. അപ്പോൾ ഇത് പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണറാണ്. റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടോണറാണ് കേട്ടോ. അടിപൊളിയാണ്. നമ്മളുടെ പോഴ്സൊക്കെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഈ ഒരു ടോണർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോണറാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പോഴ്സൊക്കെ നന്നായിട്ട് ക്ലോസ് ആവുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ. നമ്മളുടെ ഇവിടെ ഉണ്ടാവുന്ന ഈ ഏരിയയിലൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. നമുക്കിങ്ങനെ മിററൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും ആ പോർട്സൊക്കെ ക്ലോസ് ആയിട്ടിരിക്കണതും. അത് നമുക്കിങ്ങനെ വിസിബിൾ ആവും അത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ളൊരു ടോണറാണ് ഈ ഒരു ടോണർ. എനിക്ക് എന്താ പറയുക, നല്ലൊരു ഇഷ്ടപ്പെട്ടുള്ള ടോണർ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടിട്ടുള്ള ടോണറാണ് ഈ ഒരു പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ടോണർ ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും യൂസ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഓപ്പൺ പോർട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് ടൈറ്റൻ ആവണ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കണ ഒരു എന്താ പറയുക, നമുക്ക് തന്നെ ഒരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ വരില്ലേ, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ സ്കിൻ നല്ല ഒരു ക്ലിയർ ആയിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് യൂസ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് റിസൾട്ട് പറയാനുള്ളതായിട്ടില്ല കേട്ടോ. എന്നാലും ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ എനിക്ക് ഫോളോ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടോണറാണ് ഈ ഒരു പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്ത് നമ്മളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെറമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തു, അതിനുശേഷം ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തു, അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് സെറാണ്. അപ്പോൾ സെറം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡേം ഡോക്കിൻ്റെ ഈ ഒരു സെറാണ് കേട്ടോ. 10% നിയാസിനമൈഡ് സെറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു സെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് നമ്മളുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ്സ്, അത്യാവശ്യത്തിന് റീച്ച് പോയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് ആട്ടോ ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നേ. ഒരുപാട് പിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പിമ്പിൾസ് ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് പിമ്പിൾസ് കാണുന്നുണ്ടായിരുന്നില്ല, പക്ഷെ അതിനേക്കാളും കൂടുതൽ പിമ്പിൾസ് ഉണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് കണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക, ഇങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നൊരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പോലെ തന്നെ പിമ്പിൾസ് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്, ക്യാഷ് പോയി, അതേപോലെ തന്നെ എന്താ പറയുക ഭയങ്കരമായിട്ട് സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഒക്കെ വന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര്, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഈ നെഗറ്റീവ് പറയുന്നതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതല്ലേ, ഒന്നുകൂടിയും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ.
സത്യം പറയാലോ, പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു 10% നയാസിനമൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രൊഡക്റ്റ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, ഒരുപാട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോൾ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട് തോന്നുന്നു നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയണം, കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം, കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്താലാണ് ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവുക, കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ മുന്നേ ഇതിനെ കുറിച്ചിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. ഇവിടെ ആകെ കാക്കകളുടെ കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാക്കകൾ കൂട് കൂട്ടിയിട്ടുണ്ട് ഈ ഇവിടുത്തെ മരത്തുമ്മല്. അതാണ് കാക്കകളുടെ കരച്ചിലേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡേം ഡോക്കിൻ്റെ 10% നയാസിനമൈഡ് സെറാണ് കേട്ടോ. അടിപൊളി സെറാണ്, എനിക്കൊന്നും പറയാനില്ല. ഒരുപാട് പേർക്ക് നല്ല അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ആദ്യം ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു, പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ലൊരു സെറാണ്. കറക്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ, നമ്മുടെ ഡേം ഡോക്കിൻ്റെ പ്രൊഡക്റ്റൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന സെറം വന്നിട്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യേണ്ട ഐറ്റം വന്നിട്ട് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തു, പിന്നെ സെർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസർ വന്നിട്ട് നമ്മുടെ PSCയുടെ അക്വാ ബ്ലാസ്റ്റ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ നമ്മുടെ ചാനലൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നമ്മുടെ ഓയിലി സ്കിന്നുകാർക്കൊക്കെ കണ്ണും കൂട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടലായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ. ഒരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ് ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരൊക്കെ മോയ്സ്ചറൈസറൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതേപോലെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതും ജെൽ ടൈപ്പ് ആയിട്ടുള്ളതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക നമ്മളുടെ സ്കിന്നിന്. അല്ലെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് എങ്ങനെയും പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഭയങ്കര വൃത്തികേടായിരിക്കും നമ്മുടെ സ്കിന്നിലേക്ക്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ പിമ്പിൾസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനത്തെ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ഇതാണ്. പിന്നെ നമ്മുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസറും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു മോയ്സ്ചറൈസറാണ്, നമ്മുടെ ഈ ഒരു പോൺസിൻ്റെ. ഇത് നല്ല അഫോർഡബിൾ റേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 100 സംതിങ് എങ്ങനെ ഉള്ളൂ കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ റേറ്റ് കാണുന്നില്ല. ഇതിന് 140 ഉള്ളിലെങ്ങാനോ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അഫോർഡബിൾ റേറ്റിന് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇതിന് റേറ്റ് കുറച്ചുണ്ട്. ഇത് 25 ഗ്രാം, ഇത് 25 ഗ്രാമാണ് കേട്ടോ. 25 ഗ്രാമിന് 300 ആ ഒരു റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിന് നല്ലൊരു മോയ്സ്ചറൈസർ, ഓയിലി സ്കിന്നുകാർക്കൊക്കെ പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസർ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു മോയ്സ്ചറൈസർ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പോൺസിൻ്റെ. അത് ഏത് കാലത്ത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണെന്നുണ്ട് ഈ ഒരു പോൺസിൻ്റെ അല്ലേ. അപ്പോൾ അത് കുഴപ്പമില്ല, നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോയ്സ്ചറൈസർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസ് ക്ലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടോണർ അപ്ലൈ ചെയ്തു, സെർ അപ്ലൈ ചെയ്ത് കൊടുത്തു, പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാന്നുള്ളതാണ്. മസ്റ്റായിട്ട് നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടാത്തതായിട്ടാണ് നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ഈ ഒരു നമ്മളുടെ സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എത്ര നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ വന്നിട്ട് ഡോട്ട്&കീയുടെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഈ ഒരു സൺസ്ക്രീനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. SPF 50+ ഉണ്ട്, PA++++ ഉണ്ട്. പിന്നെ ഇത് ഹൈലറോണിക് ആസിഡ് ഉണ്ട്. ഇത് പറയുന്നത് ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിൻ, നോൺ ഓയിലി ഫിനിഷ്, UV IR ആൻഡ് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ.
ഇത് ഈ ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ. ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഓയിലി ആക്കുന്ന ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിലി സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നല്ലൊരു സൺസ്ക്രീൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡോട്ട്&കീയുടെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. 200 സംതിങ് 200 ഉള്ളിൽ അങ്ങനെ റേറ്റ് വരുന്നത് കേട്ടോ. ഒരുപാട് റേറ്റ് ഒന്നുമില്ല ഇതിന്. അഫോർഡബിൾ റേറ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ ഒരു ലിപ് ബാം ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ലിപ് ബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ലിപ് ബാം ആണ് കേട്ടോ. നമ്മളുടെ ദേഗയുടെ ബീട്രൂട്ട് ലിപ് ബാം ആണ്. ഇതിന്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ സംഭവം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്തെ ബോട്ടിലാണ്. മുന്നേ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡപ്പയിലായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനത്തെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നമ്മളുടെ ശരിക്കും ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിൽ വരുന്നില്ലേ. അപ്പോൾ ഈ ഒരു ലിപ് ബാം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരുപാട് അങ്ങോട്ട് പിഗ്മെൻറ്റേഷൻ പോയി എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്കൊരു നമ്മൾ രാത്രിയൊക്കെ എടുക്കുന്ന സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ വരെയും അതിൻ്റെ ഒരു ലിപ്പിൽ ആ ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി നല്ലൊരു മോയ്സ്ചർ നൽകാൻ വേണ്ടിയിട്ടും ഈ ഒരു ലിപ് ബാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ ഒരു നമ്മുടെ ലിപ് ബാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ലിപ് ബാം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്ന വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റയിൽ ദേഗയുടെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അതിലുണ്ടാവും അവിടെ ലിങ്കും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ് ബാം എനിക്ക് നല്ല കിടലായിട്ട് തോന്നി. ഇത് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇതിൻ്റെ ഒരു റിവ്യൂസ് ഒക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 200 സംതിങ് അങ്ങനെ റേറ്റ് വരുന്നുണ്ട്. 200 300 അങ്ങനെ എന്തുകൊണ്ടാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ് ബാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിപ് ബാം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ ഒക്കെ ആയിട്ട് കുറയ്ക്കുന്നതല്ല, എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ കുറയുന്ന ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു ലിപ് ബാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ വന്നിട്ട്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നുമില്ല, അഫോർഡബിൾ റേറ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്താ പറയുക, ഒരുപാട് അങ്ങോട്ട് കളർ വെക്കും അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വെളുത്ത് പാറും അങ്ങനെയൊന്നല്ല കേട്ടോ പറയുന്നത്. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയി വെക്കാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താ പറയുക നമുക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്മളൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ ആ റൂട്ടീൻ ഫോളോ ചെയ്യാത്ത ഒരു സ്കിന്നും റൂട്ടീൻ ഫോളോ ചെയ്ത് തുടങ്ങിയതിന് ശേഷമുള്ള ഒരു സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഫോളോ ചെയ്യാത്തൊരു സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല, നമുക്ക് ഒരു ചത്ത കണക്കിനായിരുന്നു നമ്മുടെ സ്കിന്നൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീനൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമുക്ക് തന്നെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കണ പോലെയും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണ പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ. ഇനി ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്സ് ഒക്കെയാണ് ഞാനിപ്പോൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. പിന്നെ ഇതുവരെയായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ വേഗം കൂടിക്കോളാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഇനി എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും ഞാൻ ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാട്ടോ. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.